ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഈ ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയെക്കുറിച്ച് 6 കുട്ടികളുടെ അമ്മയായ ഒരു കർമ്മലീത്ത 3-ാം സഭ അംഗമായ എലിസബത്ത് സാൻഡോയ്ക്ക് കൊടുത്ത വെളിപ്പെടുത്തലുകളാണ് നമ്മൾ കേൾക്കുന്നത്. എലിസബത്തിൻ്റെ ഡയറി കുറിപ്പുകളാണ് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. ഇത് സാധാരണ മനുഷ്യർക്ക് ഏറ്റവും ലളിതമായ ഒരു സന്ദേശമാണ്. നമുക്ക് 2-ാം ദിവസം ഡയറി വായിച്ചു തുടങ്ങാം. അനുതാപവും കർത്താവിനോടുള്ള സ്നേഹവും കൊണ്ട് ഞാൻ കരഞ്ഞുപോയി. എലിസബത്തിൻ്റെ വാക്കുകളാണ് കേട്ടോ. പുറം ലോകത്തെ വിസ്മരിച്ചുകൊണ്ട് ഏകാന്തതയിലും മൗനത്തിലും കഴിയാൻ ഞാൻ ആഗ്രഹിച്ചു. ആ ദിവസങ്ങളിൽ ബലഹീനരും രോഗാതുരരുമായവർക്ക് മാത്രം നൽകപ്പെടുന്ന അസാധാരണമായ പല കൃപകളും കർത്താവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചു. ആ കാലഘട്ടത്തിലാണ് എൻ്റെ ആത്മാവിൻ്റെ അഗാധ തലങ്ങളിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേൾക്കാൻ ആരംഭിച്ചതും. ഗാഢമായ സംഭാഷണങ്ങൾ ആരംഭിച്ചതോടെ ഓരോ ദിവസം കഴിയും തോറും ഞാൻ അവിടത്തോട് കൂടുതൽ അടുത്തുകൊണ്ടിരുന്നു. അവിടുത്തെ കൃപാസാഗരത്തിൽ മുഴുവനായും ആമഗ്നയാക്കണമേ എന്ന് ഞാൻ യാചിച്ചുകൊണ്ടിരുന്നു. തീവ്രമായ അഭിലാഷത്തോടു കൂടെ എനിക്കും എൻ്റെ കുട്ടികൾക്കും വേണ്ട അനുഗ്രഹങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിച്ചു. കുട്ടികളെ അവിടുത്തെ പക്കലേക്ക് ആനയിക്കണമേ എന്നും യാചിച്ചു. അങ്ങനെയാകട്ടെ എന്ന് അവിടുന്ന് വാക്ക് തന്നു. നിരന്തരമായി ഇക്കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അവിടുന്ന് അതെല്ലാം നിറവേറ്റുമെന്നും പറഞ്ഞു. ആഴമായ ആരാധനയിലും പ്രാർത്ഥനയിലും ഞാൻ മുഴുകിയപ്പോൾ പിശാച് എന്നോട് ചോദിച്ചു, അവൻ്റെ ശക്തിയിൽ നിനക്ക് വിശ്വാസമുണ്ടോ? ശക്തനാണെങ്കിൽ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നത് സ്വയം ആനന്ദിക്കാനാണ്. മുഖത്തടിച്ചതുപോലെ എനിക്ക് തോന്നി. എൻ്റെ ഹൃദയം അന്ധകാരത്തിലായി, എൻ്റെ മനസ്സ് ശൂന്യവുമായി. എൻ്റെ ആത്മകഥ തുടരുവാൻ ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധ കുരിശിൻ്റെ അടയാളം വരയ്ക്കുന്ന സകലർക്കും എനിക്കും ഞാൻ വഴിയും നൽകപ്പെടുന്ന കൃപയെക്കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് കത്തോലിക്കാ സഭയ്ക്ക് മാത്രമല്ല, എല്ലാ രാഷ്ട്രങ്ങൾക്കും ജനപദങ്ങൾക്കും ബാധകമാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. സകലതും പരിത്യജിക്കുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. നീ സ്വയം പരിത്യജിക്കുക, എങ്കിൽ മാത്രമേ എൻ്റെ കണ്ണിൽ നിൻ്റെ പ്രവൃത്തികൾ വിലയേറിയതായി ഭവിക്കുകയുള്ളൂ. നീ എന്നിൽ പരിപൂർണമായി ആശ്രയിക്കുകയും വിശ്വസിക്കുകയും വേണം. നിൻ്റെ ഭൗതിക വസ്തുക്കൾ വീണ്ടും നൽകാൻ എനിക്ക് കഴിയുമെന്ന് അറിഞ്ഞുകൂടെ? നിന്നെ കാത്തിരിക്കുന്ന മഹാഭാഗ്യം നീ അറിഞ്ഞിരുന്നെങ്കിൽ. എലിസബത്തിനോട് കർത്താവ് വന്ന് പറഞ്ഞ കാര്യമാണ്. ഇതിലെ ഏറ്റവും വലിയ കാര്യം സ്വയം പരിത്യജിക്കുക, സകലതും പരിത്യജിക്കുക. ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധ അമ്മ പറഞ്ഞ പോലെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം എന്നിൽ നിറവേറട്ടെ. ഇത് തന്നെയാണ് നമ്മളും പറയേണ്ടതെന്ന്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. അത് പറയാൻ എളുപ്പമാണ്. അതൊന്ന് ആഴത്തിൽ ചിന്തിച്ച് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടേതായിട്ട് ഒരു ആഗ്രഹങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്ന്. ഏതെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടായാൽ അത് ദൈവം സാധിച്ചു തരൂല്ല. അപ്പോൾ വിഷമിക്കാൻ മാത്രം താഴ്ന്നു പോകരുത് നമ്മൾ. അതാണ് ഈ സ്വയം പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ, സകലതും പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രസംഗിക്കാനും ഉപദേശിക്കാനും വായിച്ചു തീർക്കാനും എഴുതി തീർക്കാനും ഒക്കെ എളുപ്പമാണ്. പക്ഷേ ജീവിതത്തിൽ എല്ലതും പരിത്യജിക്കുക സാധ്യമാണോ? നമുക്ക് ഓർക്കാം. എല്ലാതും പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മുടേതായിട്ട് ഒരു ഇഷ്ടവും പാടില്ല എന്ന്. എല്ലാം ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടുകൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ, ഈശോ എലിസബത്തിനോട് പറയുന്നു, എങ്കിൽ മാത്രമേ എൻ്റെ കണ്ണിൽ നിൻ്റെ പ്രവൃത്തികൾ വിലയേറിയതായി ഭവിക്കുകയുള്ളൂ. അതിൻ്റെ അർത്ഥം നമ്മൾ കുറേ പ്രസംഗിക്കുകയും കുറേ ഉപദേശിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് പറയാണ്, നീ സ്വയം പരിത്യജിച്ചിട്ടില്ലെങ്കിൽ നിൻ്റെ ഒരു പ്രവൃത്തികളും എൻ്റെ കണ്ണിൽ വിലയുള്ളതല്ല.
ചിന്തിക്കാം നമുക്ക്. നമ്മൾ ഡയറി വായിക്കുകയാണ് കേട്ടോ. എൻ്റെ പാപങ്ങൾ ഓർത്ത് ആഴമായ പശ്ചാത്താപത്തോടെ ഞാൻ ദേവാലയത്തിൽ മുട്ടുകുത്തി. അവിടുത്തെ ശ്രവിക്കാനായി ഞാൻ കാത്തിരുന്നു. എന്നാൽ അവിടുന്ന് നിശബ്ദനായിരുന്നു. അവസാനം മൗനം ഭഞ്ജിച്ചുകൊണ്ട് ഞാൻ അവിടുത്തോട് പറഞ്ഞു, എൻ്റെ ഈശോയെ, അനേകം വിശുദ്ധരായ ആത്മാക്കൾ അവിടുത്തെ സന്ദർശിക്കാനായി വരുന്നതിൽ അവിടുന്ന് സന്തോഷവാനാണോ? അതെ, സങ്കടം നിറഞ്ഞ ശബ്ദത്തിൽ അവിടുന്ന് തുടർന്നു. അവർക്ക് അത്രയേറെ തിരക്കായതിനാൽ എൻ്റെ കൃപകൾ നൽകുവാൻ എനിക്ക് കഴിയുന്നില്ല. എനിക്ക് അവിടുന്ന് പറഞ്ഞത് മനസ്സിലായി. എനിക്ക് അവിടുത്തെ സാന്ത്വനിപ്പിക്കണമെന്ന് തോന്നി. ഞാൻ എന്നെ അവിടുത്തെ പാദാന്തികത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ നിന്ന് മാറണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഇതാ ഞാൻ, കർത്താവേ, ഞാൻ എല്ലാ ഭൗതികതയിൽ നിന്നും എന്നെ വിച്ഛേദിച്ചു. തന്മൂലം നമുക്കിടയിൽ ഒരു തലനാരിഴയുടെ അകലം പോലുമില്ല. എൻ്റെ കഷ്ടത എത്ര വലുതാണെന്നും ഇങ്ങനെ ജീവിക്കുന്നത് എത്ര അപമാനകരമാണെന്നും അങ്ങ് അറിയുന്നുണ്ടല്ലോ. നീ ഭാവിയിൽ ഇതിലും വലിയ അപമാനങ്ങൾ സഹിക്കേണ്ട വരും, ഈശോയുടെ ശബ്ദം പറഞ്ഞു. അല്പസമയം കഴിഞ്ഞ് പരിശുദ്ധ അമ്മ എൻ്റെ ആത്മാവിൽ സംസാരിച്ചു. എൻ്റെ മുറിവേൽക്കപ്പെട്ട പുത്രനോട് പ്രാർത്ഥിക്കുക, അവനെ സാന്ത്വനിപ്പിക്കുക. ഞാൻ ചിന്താമഗ്നിയായി. പിശാച് എന്തായാലും പ്രാർത്ഥിക്കുക, സാന്ത്വനിപ്പിക്കുക എന്നൊന്നും പറയില്ല. അല്പസമയത്തേക്ക് ഞാൻ വിഷമത്തിലായി. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, സ്വർഗസ്ഥനായ പിതാവേ, അവിടുന്നാണ് ഇത് എന്നോട് പറയുന്നതെങ്കിൽ തൻ്റെ പരിശുദ്ധനായ പുത്രൻ്റെ പക്ഷത്തേക്ക് കൂടുതൽ അടുത്ത് വരാൻ എന്നെ നയിക്കണമേ. പിറ്റേന്ന് കുർബാന സമയത്ത് തലേദിവസത്തെ കാര്യങ്ങൾ മനസ്സിൽ നിഴലിടുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, സ്വർഗീയ മാതാവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാനാകട്ടെ ബലഹീനയും ചെറിയവളുമാണ്. അവിടുന്ന് എൻ്റെ സമീപം ഉണ്ടായിരിക്കുമോ? എല്ലാ ദിവസവും ദിവ്യകാരുണ്യ സന്നിധിയിൽ ആരാധനയ്ക്ക് മുടങ്ങാതെ പോവുക എന്ന രീതിയിൽ ഞാൻ എൻ്റെ ജീവിതം ക്രമീകരിച്ചു. ദേവാലയത്തിൻ്റെ സൂക്ഷിപ്പുകാരിയായ സിസ്റ്ററിനോട് ഞാൻ താക്കോൽ ചോദിച്ചു. കുറച്ചു കഴിഞ്ഞ് വൈദികൻ്റെ അനുമതിയോടെ വിശിഷ്ടമായ ആ താക്കോൽ എനിക്ക് നൽകപ്പെട്ടു. ഈ വിധത്തിൽ രാത്രി പോലും ദേവാലയത്തിൽ സ്വതന്ത്രമായി കടന്നു ചെല്ലാനുള്ള അനുഗ്രഹം എനിക്ക് ലഭിച്ചു. ആദ്യത്തെ ദിവസം സന്ധ്യയ്ക്ക് ഞാൻ ഒരു വശത്തുള്ള വാതിലിലൂടെ ദേവാലയത്തിൽ പ്രവേശിച്ച് ഹംഗറിയുടെ രക്ഷാധികാരിയും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയുമായ പരിശുദ്ധ അമ്മയുടെ അൾത്താരയിൽ എത്തി. അമ്മയെ ഇപ്രകാരം അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മേ, നന്മ നിറഞ്ഞ മറിയമേ, ഞാൻ അങ്ങയുടെ വിശ്വസ്തയായ കർമ്മലീത്ത മകളാണ്. ദയവായി അമ്മേ, എന്നെ അങ്ങയുടെ മകനിലേക്ക് നയിക്കണമേ. ബൃഹത്തായ ദേവാലയത്തിൽ ഞാൻ ഏകയായിരുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി മുൻപൊരിക്കലും ചോദിച്ചിട്ടില്ലാത്തൊരു കാര്യം ഞാൻ ചോദിച്ചു. ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞാൻ എല്ലാറ്റിനും മാപ്പ് ചോദിക്കുന്നു. അവിടുത്തെ ദുഃഖം നിറഞ്ഞ ശബ്ദം ആത്മാവിൻ്റെ അഗാധതയിൽ ഞാൻ ശ്രവിച്ചു. നമ്മുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതായിരിക്കട്ടെ നിൻ്റെ ലക്ഷ്യം. ഓ എൻ്റെ കർത്താവേ, എൻ്റെ ആത്മാവിൻ്റെ പരുക്കൻ സ്വഭാവം മാറ്റണമേ എന്ന് ഞാൻ താഴ്മയായി അപേക്ഷിച്ചു. അതുവഴി അവിടുത്തെ സന്നിധിയിൽ വന്നു ചേരുമ്പോൾ അവിടുത്തെ കരവേലയായ എന്നെ തിരിച്ചു അറിയുവാൻ ഇടയാകട്ടെ. മാനസാന്തരപ്പെട്ട മറ്റൊരാത്മാവും അനുതപിച്ചിട്ടില്ലാത്ത വിധം ആഴമായ അനുതാപത്തിലേക്ക് എന്നെ നയിക്കണമേ. മറ്റാരും സ്നേഹിച്ചിട്ടില്ലാത്ത വിധം അങ്ങയെ സ്നേഹിക്കാൻ എനിക്ക് ശക്തി നൽകണമേ. എൻ്റെ പ്രിയപ്പെട്ട ഈശോ, ഇന്നു മുതൽ ഒരൊറ്റ ദിവസം പോലും പശ്ചാത്തപിക്കാതെയും അവിടത്തോടുള്ള സ്നേഹത്താലും കൃതജ്ഞതയാലും നിറയപ്പെടാതെയും കടന്നു പോകാൻ ഇടവരുത്തരുതേ എന്ന് ഏറ്റവും വിനയത്തോടെ ഞാൻ യാചിക്കുന്നു. എന്നെ എല്ലാവിധ പരിഹാസങ്ങൾക്കും വിധേയപ്പെടുത്തിക്കൊണ്ട് ഞാൻ എത്ര ദരിദ്രയും നികൃഷ്ടയുമാണെന്ന് ഓരോ നിമിഷവും എന്നെ ബോധ്യപ്പെടുത്തണമേ. ഈ ഭൂമിയിൽ വെച്ച് തന്നെ അവിടത്തോടൊപ്പം ജീവിക്കണമെന്നുള്ള ചിന്തയിൽ എൻ്റെ ഹൃദയം ആമഗ്നമാകുന്നു. എൻ്റെ മരണശേഷം എന്നെ കാത്തിരിക്കുന്നത് എന്താണ്? അന്തമില്ലാത്ത എൻ്റെ പാപങ്ങളെ അവിടുന്ന് എങ്ങനെയാവും വീക്ഷിക്കുക? തീവ്രമായ മനോവേദനയാൽ പീഡിതയായി കർത്താവിനോട് യാചിക്കുകയും അവിടുത്തെ ക്ഷമാപൂർണമായ സ്നേഹത്താൽ എൻ്റെ പാപങ്ങളെല്ലാം തുടച്ചു മാറ്റപ്പെടും എന്ന ഉറപ്പ്
ഒരു നിമിഷത്തേക്ക് എനിക്ക് ലഭിക്കുകയും ചെയ്തു. ദേവാലയത്തിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എന്നെ മുഴുവനായും ചൂഴ്ന്നു നിൽക്കുന്ന അവിടുത്തെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടു. എന്നെ നിത്യമായ നിൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നുവെന്ന് പ്രതിജ്ഞ എടുക്കുക. രാവും പകലും എന്നെ സ്നേഹിക്കുന്നതിൽ നിന്ന് വിരമിക്കരുത്. നമ്മുടെ അമ്മയോട് എല്ലാ കാര്യങ്ങളും ചോദിക്കുക. എന്നെ പ്രീതിപ്പെടുത്തേണ്ടത് എങ്ങനെയെന്ന് അവൾക്കറിയാം. ധാരാളം കൃപകൾ ചൊരിയപ്പെടാനായി പ്രാർത്ഥിക്കുക. നീ ചോദിക്കുന്നതിനനുസരിച്ചാണ് അനുഗ്രഹങ്ങൾ നൽകപ്പെടുക. ചോദിക്കാൻ ഭയപ്പെടരുത്. അനുഗ്രഹങ്ങൾ യാചിക്കുന്നതിന് നീ നിയന്ത്രണം വയ്ക്കേണ്ടതില്ല. നൽകുന്നതനുസരിച്ച് എൻ്റെ ആനന്ദം വർദ്ധിക്കുന്നു എന്നറിയുക. അനുഗ്രഹത്തിനുള്ള നിൻ്റെ ആഗ്രഹം പോലും എന്നെ സന്തോഷിപ്പിക്കുന്നു. ധാരാളം ആത്മാക്കളെ എനിക്ക് തരിക. നിന്നെ തന്നെ പരിത്യജിക്കുക. ഇക്കാര്യം ഞാൻ നിരന്തരമായി ആവശ്യപ്പെടുന്നതിന് കാരണം എൻ്റെ രക്ഷാകര ദൗത്യത്തിൽ പങ്കുചേരാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ എന്നോട് ഐക്യപ്പെട്ട് ജീവിക്കേണ്ടിയിരിക്കുന്നു. എനിക്കായി ജീവിതം സമർപ്പിച്ചവർ എൻ്റെ അമ്മയോടും ഐക്യപ്പെട്ട് ജീവിക്കുക. നിൻ്റെ പാപങ്ങളുടെ കറകളെല്ലാം കഴുകിക്കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അടുത്തേക്ക് വരിക. ഒരു സമയത്ത് ഈശോ എല്ലാ തിങ്കളാഴ്ചകളിലും സഹനജീവിതം നയിക്കുന്ന പുരോഹിത ആത്മാക്കൾക്ക് വേണ്ടി ഒരു ജാഗരണ പ്രാർത്ഥന നടത്തുവാൻ ആവശ്യപ്പെട്ടു. പ്രിയ കൂട്ടുകാരെ, ഇവിടെ നിന്നും ഞാൻ പറയുന്നതെല്ലാം വായിക്കുന്നതെല്ലാം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഈ ഡയറിയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഈശോ ഈ എലിസബത്തിനോട് പറഞ്ഞത് ഞാൻ നമ്പറിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഈ ഡയറിയിൽ പറഞ്ഞതൊന്ന് ചെയ്തു നോക്കാം. ആദ്യം ചെയ്യേണ്ടത് ഈശോ പറയുന്നു, എല്ലാ തിങ്കളാഴ്ചകളിലും സഹന ജീവിതം നയിക്കുന്ന പുരോഹിത ആത്മാക്കൾക്ക് വേണ്ടി ഒരു ജാഗരണ പ്രാർത്ഥന നടത്തുവാൻ ആവശ്യപ്പെട്ടു. അത് ഒന്നാമത്തെ കാര്യം. മറ്റൊരു സന്ദർഭത്തിൽ അവിടുത്തെ മുഴുവൻ പ്രതാപത്തോടു കൂടി അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതായി പറഞ്ഞു. മകളെ, ഇത് നിനക്കായി മാത്രം നീ ചോദിക്കേണ്ട. നീ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ത്യാഗങ്ങൾ അനുഷ്ഠിക്കുന്നുവോ, അവർക്കെല്ലാം ഞാൻ എൻ്റെ സാന്നിധ്യം അനുഭവഭേദ്യമാക്കും. എന്നോട് ക്ഷമിക്കണമേ എൻ്റെ ഈശോയെ, ഞാൻ എത്ര സ്വാർത്ഥമതിയാണെന്ന് കണ്ടാലും. അവിടുന്ന് എന്നോട് മറുപടി പറഞ്ഞു, നിൻ്റെ ഇല്ലായ്മകളും പരിമിതികളുമെല്ലാം എനിക്കറിയാം. അതുകൊണ്ട് നീ പിന്മാറരുത്. എൻ്റെ സ്നേഹത്തിൽ ആശ്രയിക്കാൻ ഇതൊരു കാരണമായിരിക്കട്ടെ. രണ്ടാമത് ചെയ്യേണ്ട കാര്യമാണ്, നമ്മൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ആർക്കൊക്കെ വേണ്ടി നമ്മൾ ത്യാഗങ്ങൾ അനുഷ്ഠിക്കുന്നുവോ, അവർക്കെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവവേദ്യമാക്കും, കാണിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. എപ്പോഴും ഇങ്ങനെ പറയണം, എന്നോട് ക്ഷമിക്കണമേ എൻ്റെ ഈശോയെ, ഞാൻ എത്ര സ്വാർത്ഥമതിയാണെന്ന് കണ്ടാലും. ഇതാണ് രണ്ടാമത്തെ കാര്യം. നമ്മളിങ്ങനെ നമ്മുടെ കുറവുകൾ ഈശോയോട് പറയുമ്പോൾ ഈശോ പറയുന്നത് കേട്ടോ, നിൻ്റെ ഇല്ലായ്മകളും പരിമിതികളും കുറവുകളും ഒക്കെ എനിക്കറിയാം. അതുകൊണ്ട് നീ പിന്മാറരുത്. എൻ്റെ സ്നേഹത്തിൽ ആശ്രയിക്കാൻ ഇതൊരു കാരണമായിരിക്കട്ടെ. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മളെ എളിമപ്പെടുത്താൻ നമ്മുടെ ഭാഗത്തുനിന്ന് ചെറിയ തെറ്റുകൾ വരാൻ അനുവദിക്കും. ദേഷ്യപ്പെടും, ഷൗട്ടിയും, അല്ലെങ്കിൽ എങ്ങനെ പറയും, ചിന്തിക്കൽ, ഇതൊക്കെ. പക്ഷേ കർത്താവ് പറയുന്നു, നിൻ്റെ ഇല്ലായ്മകളും പോരായ്മകളും ഒക്കെ എനിക്കറിയാം. നമ്മൾ ബലഹീനരാണെന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് നീ പിന്മാറരുത്, എൻ്റെ സ്നേഹത്തിൽ ആശ്രയിക്കാൻ. നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ എത്ര വിചാരിച്ചാലും ഒരു മിനിറ്റ് കൊണ്ട് നമ്മളത് പാപത്തിൽ വീഴുന്ന ആളുകളാണെന്നുള്ള ബോധ്യം നമുക്ക് കിട്ടുമ്പോൾ ഒന്നുകൂടെ എളിമപ്പെടാൻ കഴിയും. മാർച്ച് മാസത്തിൽ എഴുതിയ ഡയറിയാണ് ഇനി വായിക്കാൻ പോകുന്നത് കേട്ടോ. 1962 മാർച്ച്. എൻ്റെ ജീവിതക്രമം തന്നെ അവിടുന്നിൽ ആമഗ്നമായിരുന്നു. അവിടുത്തെ രക്ഷാകര പദ്ധതിയിൽ കൂടുതൽ പങ്കുചേരാൻ അനുവദിക്കണമേ എന്ന് ഞാൻ ആവശ്യപ്പെട്ടു. എൻ്റെ ആത്മാവിൻ്റെ അഗാധതയിൽ അവിടുന്ന് സംസാരിക്കാൻ ആരംഭിച്ചു.
ധാരാളം കൃപകൾക്കായി ചോദിക്കുക. നീ ചോദിക്കുന്തോറും കൂടുതൽ കൂടുതൽ നൽകപ്പെടും. മറ്റുള്ളവർക്ക് വേണ്ടിയും നീ ചോദിക്കുക, ഭയപ്പെടാതിരിക്കുക. അനുഗ്രഹങ്ങൾ നൽകുന്നതിന് ഞാൻ എന്തിന് പിശുക്ക് കാണിക്കണം? അനുഗ്രഹങ്ങൾ നൽകാൻ കഴിയുമ്പോൾ ഞാൻ ഏറെ ആഹ്ലാദിക്കുന്നു. അനുഗ്രഹങ്ങൾ നൽകാൻ നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഞാൻ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെന്നറിയുമോ? എൻ്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേരാനായി നിങ്ങൾ ത്യാഗങ്ങൾ അനുഷ്ഠിക്കുവാൻ തയ്യാറായി സ്ഥൈര്യത്തോടെ നിലനിൽക്കുമെങ്കിൽ ഞാൻ കൂടുതൽ സന്തോഷവാനായിരിക്കും. എൻ്റെ ജോലിയിൽ പങ്കുചേരാൻ ഭാഗികമായി ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ ത്യാഗങ്ങൾ അനുഷ്ഠിക്കുവാൻ ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവർ ഭയചകിതരാകുന്നു. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ത്യാഗങ്ങൾ അനുഷ്ഠിക്കാൻ തയ്യാറാകാതെ എൻ്റെ കൂടെ പ്രവർത്തിക്കാൻ ആവില്ല. മാനസാന്തരത്തിന് വേണ്ടി ത്യാഗങ്ങൾ അനുഷ്ഠിക്കണം. നിൻ്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. എൻ്റെ അനുഗ്രഹത്തിൻ്റെ ശബ്ദം നിൻ്റെ ആത്മാവിൻ്റെ അഗാധതയിൽ മാത്രമല്ല, യാഥാർത്ഥ്യത്തിലും കേൾക്കുന്ന സമയം വരും. എൻ്റെ കുഞ്ഞെ, ഈ ഭൂമിയിൽ നീ ഏറെ സഹിക്കേണ്ടി വരും. എന്നാൽ എൻ്റെ കൃപകളാൽ ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. തിന്മയിലേക്ക് ചായ്വുള്ള നിൻ്റെ സ്വഭാവം നീ മാറ്റിയെടുക്കണം. ശരിയായ പാത കണ്ടുപിടിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. എൻ്റെ വചനങ്ങളിൽ നീ മുഴുകേണ്ടിയിരിക്കുന്നു. എൻ്റെ കർത്താവേ, എത്ര ശ്രമിച്ചിട്ടും യാതൊരു പുരോഗതിയും ഉള്ളതായി കാണുന്നില്ലല്ലോ. അതേക്കുറിച്ച് ആശങ്കപ്പെടേണ്ട. ഓരോ ദിവസവും നീ പുതുതായി തുടങ്ങുക. നമ്മുടെ അമ്മ നിന്നെ സഹായിക്കും. അവളോട് എല്ലാം ചോദിക്കുക. എന്നെ സന്തോഷിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് അവൾക്കറിയാം. ഇനി പറയുന്ന കാര്യങ്ങൾ നമ്പർ 8 എഴുതി വെച്ചാൽ നല്ലതാണ്. ഏറ്റവും ആദ്യത്തെ കാര്യം ഈശോ പറഞ്ഞത് എല്ലാ തിങ്കളാഴ്ചകളിലും സഹനജീവിതം നയിക്കുന്ന പുരോഹിതാത്മാക്കൾക്ക് വേണ്ടി ഒരു ജാഗരണ പ്രാർത്ഥന നടത്താൻ. രണ്ടാമത്തെ കാര്യം, എന്നോട് ക്ഷമിക്കണമേ എൻ്റെ ഈശോയെ, ഞാൻ എത്ര സ്വാർത്ഥമതിയാണെന്ന് കണ്ടാലും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുത്താൽ നല്ലതാണ്. ഈ കാലഘട്ടത്തിൽ കർത്താവ് എന്നോട് പലപ്പോഴും ആവശ്യപ്പെട്ടു, എൻ്റെ കുഞ്ഞെ, നീ നിന്നെ തന്നെ പരിത്യജിക്കുക. ഓരോ നിമിഷവും നീ എന്നോട് ഐക്യപ്പെട്ട് ജീവിച്ചാൽ മാത്രമേ എൻ്റെ രക്ഷാകര ദൗത്യത്തിൻ്റെ ഭാഗമായി തീരാൻ നിനക്ക് സാധിക്കുകയുള്ളൂ. ഈ ഒരു വെളിപാടിൽ ഏറ്റവും അധികം എടുത്തു പറയുന്നത് നീ നിന്നെ തന്നെ പരിത്യജിക്കണം എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ, സ്വയം പരിത്യജിച്ചാൽ മാത്രമേ രക്ഷാകര ദൗത്യത്തിൻ്റെ ഭാഗമാകാൻ പറ്റുള്ളൂ. സ്വയം പരിത്യജിക്കാതെ നമ്മുടെ നിയോഗങ്ങൾ നടക്കണം, അത് ശരിയാവണം, രോഗം മാറണം, ജോലി കിട്ടണം, അങ്ങനെ കുറേയധികം ലിസ്റ്റുകളുമായിട്ട് ആ ലിസ്റ്റുകൾ സാധിക്കാൻ വേണ്ടി പല ഭക്താഭ്യാസങ്ങളും നടത്തുമ്പോൾ കർത്താവ് എല്ലാ അനുഗ്രഹങ്ങളും തരും. പക്ഷേ കർത്താവ് പറയും, രക്ഷാകര ദൗത്യത്തിൻ്റെ ഭാഗമായി തീരണമെങ്കിൽ നീ സ്വയം പരിത്യജിക്കണം. അതുകൊണ്ടാണെന്ന് വീണ്ടും ഈ കാര്യം പറയുന്നത്. ഡയറി വായിക്കാം കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ കാര്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം, നിന്നെ തന്നെ പരിത്യജിക്കലാണ്. നീ നിൻ്റെ സ്വഹിതം ത്യജിക്കുന്നത് പിതാവിന് കാഴ്ചവെക്കുകയും നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എനിക്കായി സമർപ്പിക്കപ്പെട്ടവർ ഈ ലോകത്തിനു വേണ്ടി ജീവിക്കുകയും രക്ഷാകര ദൗത്യത്തിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്നതിന് പരിഹാരം ചെയ്യുകയും വേണം. ഇതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതായത് നീ നിൻ്റെ സ്വഹിതം ത്യജിക്കണം. നമ്മുടെ ഏതെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് നടക്കില്ല. എലിസബത്തിന് വിവാഹം കഴിക്കുമ്പോൾ വളരെ പ്രായമുള്ളൊരു മനുഷ്യനെ കഴിച്ചു. എന്നിട്ടോ കുട്ടികളെ 6 കൊടുത്തു. അവൾ കന്യാസ്ത്രീവൻ ആഗ്രഹിച്ചു, അത് സാധിച്ചു കൊടുത്തില്ല.
എന്നിട്ട് വിവാഹ ജീവിതത്തിലേക്ക് വന്നു. ദാരിദ്ര്യവും ദുഃഖവും ഇരുമ്പ് പണി വരെ എടുക്കേണ്ടി വന്നു. ഇതൊന്നും അവളുടെ ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ കർത്താവ് പറയുകയാണ്, അങ്ങനെ ഇഷ്ടത്തിനെതിരായിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടാണ് ആ വ്യക്തിയെ തിരഞ്ഞെടുത്തത് രക്ഷാകര ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട്. എന്നിട്ട് സഹനങ്ങൾ മുഴുവൻ ഏറ്റെടുക്കാൻ നിർബന്ധിക്കുക. അതാണ് കർത്താവ് പറഞ്ഞത്, സ്വഹിതം നീ ത്യജിച്ചു. ത്യജിക്കാതെ പറ്റില്ല. ഈശോ കൊടുത്തത് മുഴുവൻ വിപരീത അനുഭവങ്ങളാണ്. അത് ഏറ്റെടുത്തു. സ്വന്തം ഹിതം ത്യജിച്ചു, ഈശോയുടെ ഹിതം ഏറ്റെടുത്തു. ആ ഒരു വിഷമമുണ്ടല്ലോ, അതൊരു വലിയ വേദനയാണ്. ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചതൊന്നും നമുക്ക് കിട്ടാതിരിക്കുക, അതിന് ദൈവത്തിൻ്റെ കയ്യിൽ വലിയൊരു പദ്ധതിയുണ്ട്. അത് നമുക്ക് മനസ്സിലാകില്ല. നമുക്ക് ജോലി ചോദിച്ചു, ജോലി കിട്ടിയില്ല. ഇന്ന സ്ഥലത്ത് പോകണമെന്നുള്ള വിചാരിച്ചു, അത് നടന്നില്ല. കുട്ടികൾ വേണമെന്ന് വിചാരിച്ചു, കുട്ടികളെ കിട്ടിയില്ല. സാമ്പത്തികമായി ഒന്ന് ഉയരണമെന്ന് ആഗ്രഹിച്ചു, അത് കിട്ടിയില്ല. ഇതൊക്കെ നമ്മുടെ വിപരീത അനുഭവങ്ങളാണ്. പക്ഷേ അതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം ആണ്. അപ്പോൾ സ്വന്തം ഇഷ്ടം ത്യജിക്കുമ്പോഴുണ്ടാകുന്ന ആ വേദന പിതാവിന് കാഴ്ചവെച്ചിട്ട് എന്ത് ചെയ്യണം? ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുകയും രക്ഷാകര ദൗത്യത്തിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി നീ പരിഹാരം ചെയ്യണം. 3 കാര്യങ്ങളാണ്. 3-മത്തെ, എൻ്റെ കുഞ്ഞെ നീ നിന്നെ തന്നെ പരിത്യജിക്കുക. 4-മത്തെ, സ്വഹിതം ത്യജിക്കണം. 5-മത്തെ, രക്ഷാകര ദൗത്യത്തിൽ പങ്കെടുക്കാതിരിക്കുന്ന മക്കളുടെ പാപത്തിന് പരിഹാരമായിട്ട് നീ നിൻ്റെ ഈ സഹനം കാഴ്ചവെക്കണം. 5. അവർ അവരുടെ ദൈവവിളിയെപ്പറ്റി ചിന്തിക്കുന്നില്ല. നിൻ്റെയും അവരുടെയും പാപങ്ങൾക്ക് നീ പരിഹാരം അനുഷ്ഠിക്കണം. പരിഹാരമാണ് വേണ്ടത്. അവർ എൻ്റെ പക്കലേക്ക് വന്നാൽ ഞാൻ അവരെ പാപവിമുക്തരാക്കും. സഹിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭവും നീ പാഴാക്കരുത്. എൻ്റെ കുഞ്ഞെ, ഒന്നിനും പരിധി വയ്ക്കരുത്. 6-മത്തെ കാര്യമാണ് കേട്ടോ, സഹിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭവും നീ പാഴാക്കരുത്. ഒന്നിനും പരിധി വയ്ക്കരുത്. ഞാൻ എന്തോരായി സഹിക്കണു, ഞാൻ എത്രയായി ക്ഷമിക്കണു, പരിധി പാടില്ല. കർത്താവ് തരുന്നു സഹനങ്ങൾ, അത് ഏറ്റെടുക്കുക. എന്നിട്ട് എൻ്റെയും ഈശോയുടെ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേരാത്ത മക്കളുടെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ട് കാഴ്ചവെക്കുക. എൻ്റെ രക്ഷാകര ദൗത്യത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഒരു നിമിഷം പോലും നീ മാറി നിൽക്കരുത്. അങ്ങനെ ചെയ്താൽ നിനക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോയെന്നും ഞാൻ നിൻ്റെ സ്നേഹത്തിനായി ദാഹിക്കുകയാണെന്നും ഓർക്കുക. നീ എപ്പോഴും എന്നോടൊപ്പമായിരുന്ന് എല്ലാം അനുഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് കർത്താവിൻ്റെ ആഗ്രഹം. നീ സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ നിനക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുക. ഞാൻ എപ്പോഴും നിൻ്റെ സ്നേഹത്തിനായി ദാഹിച്ച് നിൽക്കുകയാണെന്ന് നീ ഓർക്കണമെന്ന്. നമുക്കൊന്ന് ഓർത്തു നോക്കിയാലോ, നമ്മുടെ സ്നേഹം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്നൊരു ദൈവം. ഈ സ്നേഹം എന്ന് പറയുന്നത് സഹനമാണ്. ഈശോയ്ക്ക് നമ്മോട് സ്നേഹം കൂടുമ്പോൾ, ഈശോ നമ്മളിൽ നിന്നും കുറേ സ്നേഹം ആഗ്രഹിക്കുമ്പോൾ, ഈശോ നമ്മളിൽ നിന്നും കുറേ പരിഹാരം ആഗ്രഹിക്കുമ്പോൾ, ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് അടിക്കടി സഹനങ്ങളിട്ട് തരും. അപ്പോൾ കർത്താവ് പറയാണ്, നീ ഈ സഹനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി അത് മാറാൻ വേണ്ടി പലതരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നീ ഓർക്കണം, നിനക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോയി. കാരണം എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആക്കാനല്ലേ നീ ഓടി നടക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഒരു സഹനവും പാടില്ലെന്ന്, എല്ലാം ഓക്കെയായി നടക്കണം. എന്തിനു പറയുന്നു? ഒരു ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ പൂർണ്ണ ഇഷ്ടത്തിനല്ലാണ്ട് നമ്മളൊരു ഡ്രസ്സ് തിരഞ്ഞെടുക്കുമോ? ഈശോ ആ സമയം കാണിച്ചു തന്നതാണ് ഒരാളെക്കുറിച്ച്. ഒരു ജുബ എടുക്കാൻ തുടങ്ങിയാൽ എത്ര നൂലാമാലകൾ അന്വേഷിക്കും, എത്രമാത്രം പെർഫെക്റ്റ് ആവണം. അതിലൊരു കാര്യമെങ്കിലും കുറഞ്ഞു പോയാൽ അതവിടെ ഇടും, അത് പെർഫെക്റ്റ് ആവുന്നത് വരെ തിരഞ്ഞുകൊണ്ടിരിക്കും. ഒന്നും നമ്മുടെ ഇഷ്ടത്തിനെതിരായിട്ട് പാടില്ല എന്നതാണ് നമ്മുടെ ആ മനോഭാവം. അത് ഈശോയ്ക്ക് ഇഷ്ടമില്ല.
ഈശോ പറയുകയാണ്, നീ ഇത്രമാത്രം നിൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഓടി നടക്കുമ്പോൾ നിനക്ക് ഒരു സഹനവും പാടില്ല. അതല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ നിനക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോയി. ഡയറി വായിക്കാം. ഒരു ദിവസം ഞാൻ ദിവ്യകാരുണ്യ ആരാധനയിലായിരിക്കുമ്പോൾ പിശാച് ദുർചിന്തകൾ കൊണ്ട് എന്നെ ആകുലയാക്കി. ഓ എൻ്റെ ഈശോയെ, ഏതാണ് സത്യം? ഈ വ്യതിയാനം എന്തുകൊണ്ട് എന്നിൽ സംഭവിക്കുന്നു? അടുത്ത ദിവസം ദിവ്യകാരുണ്യ സ്വീകരണ വേളയിൽ എൻ്റെ ആത്മീയമായ സമതുലിതാവസ്ഥ തിരിച്ച് നൽകപ്പെട്ടു. ഞാൻ അവിടുത്തെ ആരാധിക്കുകയും ദിവസം മുഴുവൻ അവിടത്തോടൊത്ത് ആയിരിക്കുകയും ചെയ്തു. അന്ന് വസ്ത്രങ്ങൾ വൃത്തിയാക്കുന്ന ദിവസമായിരുന്നതിനാൽ ജോലിക്കിടെ ഞാൻ എന്തുമാത്രം നികൃഷ്ടയായ ഒരു ജീവിയാണെന്നും അവിടുത്തെ സഹായിക്കാനായി ഒന്നും ചെയ്യാനാവുന്നില്ലല്ലോ എന്നുമൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്നു. അവിടുത്തെ നിത്യമായ ചിന്തയിൽ മുഴുകിയിരിക്കുമ്പോൾ ഞാൻ അവിടുത്തെ ശബ്ദം വീണ്ടും കേട്ടു. എൻ്റെ കർമ്മലീത്ത കുഞ്ഞെ, നിന്നെ പൂർണ്ണമായി എനിക്ക് തരിക. നീ വിനയാന്വിതയാവുക, ചെറുതാവുക. ഇതാണ് എനിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ത്യാഗം. ഇത്തരത്തിൽ നിനക്കെൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാനാകും. ശ്രദ്ധിച്ച് കേൾക്കുക, ഭയപ്പെടേണ്ട. വലിയ ത്യാഗങ്ങൾ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു. എല്ലാ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നീ ബ്രെഡും വെള്ളവും കഴിച്ച് 12 പുരോഹിതന്മാരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ 2 ദിവസങ്ങളിലും 4 മണിക്കൂർ വീതം നീ എൻ്റെ മുമ്പിൽ ചിലവഴിക്കുക. എനിക്കെതിരെ ചെയ്യുന്ന തിന്മകൾക്ക് പരിഹാരം അനുഷ്ഠിക്കുക. എന്നെ ആശ്വസിപ്പിക്കുക. എൻ്റെ പീഡാസഹനങ്ങളെപ്പറ്റി ധ്യാനിക്കുക. വെള്ളിയാഴ്ച ഉച്ച മുതൽ 3 മണി വരെ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി അർപ്പിക്കപ്പെട്ട എൻ്റെ ശരീരത്തെയും രക്തത്തെയും ആരാധിക്കുക. വെള്ളിയാഴ്ചകളിൽ എൻ്റെ ശരീരം കുരിശിൽ നിന്ന് ഇറക്കപ്പെട്ട സമയം വരെ ഉപവസിക്കുക. ഇത് കൃപയുടെ ഉറവിടം തുറക്കപ്പെടാനുള്ള ഒരു പ്രത്യേക ഉപാധിയാണ്. നീ ഇത് അനുഷ്ഠിക്കുക. എൻ്റെ കുഞ്ഞെ, ഇത് എൻ്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ വിളിക്കപ്പെട്ട 12 പുരോഹിതന്മാർക്ക് വേണ്ടി 12 ആഴ്ചകൾ തുടർച്ചയായി അനുഷ്ഠിക്കുക. അവർ എൻ്റെ പദ്ധതികൾക്ക് യോഗ്യരാകട്ടെ. ഇത് ചെയ്യുക വഴി നീ എൻ്റെ ഹൃദയത്തിന് പ്രിയങ്കരിയായിത്തീരും. ആ 12 പുരോഹിതർക്ക് വേണ്ടി നീ എൻ്റെ അഭ്യർത്ഥന സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കുക. അവരും നീ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യട്ടെ. അവർ എൻ്റെ വേദനയിലും ത്യാഗത്തിലും ആമഗ്നരാകട്ടെ. എൻ്റെ കുഞ്ഞെ, നിൻ്റെ നാട്ടിലെ ഏറ്റവും നല്ലവരാണ് ഈ 12 പുരോഹിതരും. സഹോദരങ്ങളെ, ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് 7ാമത്തെ നമ്പറിട്ട് എഴുതി സൂക്ഷിക്കാം. ഈശോ പറയുന്നു, വലിയ ത്യാഗങ്ങൾ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു. എന്നിട്ട് വ്യാഴാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ബ്രെഡും വെള്ളവും മാത്രം കഴിച്ച് 12 പുരോഹിതരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. ഈ ദിവസങ്ങളിൽ 4 മണിക്കൂറെങ്കിലും ഈശോയുടെ സന്നിധിയിൽ ഉണ്ടാകണം. എനിക്കെതിരെ ചെയ്യുന്ന തിന്മകൾക്ക് പരിഹാരം അനുഷ്ഠിക്കുക. അതാണ്. പീഡാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുക. വെള്ളിയാഴ്ച ഉച്ച മുതൽ 3 മണി വരെ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി അർപ്പിക്കപ്പെട്ട എൻ്റെ ശരീരത്തെയും രക്തത്തെയും ആരാധിക്കുക. വെള്ളിയാഴ്ചകളിൽ എൻ്റെ ശരീരം കുരിശിൽ നിന്ന് ഇറക്കപ്പെട്ട സമയം വരെ ഉപവസിക്കാൻ. അത് കൃപയുടെ ഉറവിടം തുറക്കപ്പെടാനുള്ള ഒരു പ്രത്യേക ഉപാധിയാണ് എന്ന്. പ്രിയ സഹോദരങ്ങളെ, ആരെങ്കിലും പാപത്തിലാണ് എന്നറിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. വെറുതെ വിധിച്ച് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വിധിക്കുന്നതിനേക്കാൾ നല്ലത് ആരെങ്കിലും കഠിനപാപത്തിൽ വീണു എന്ന് അറിഞ്ഞാൽ, അത് വലിയവനാകട്ടെ ചെറിയവനാകട്ടെ, നമ്മൾ എന്ത് ചെയ്യണം? ഉടനടി നമ്മൾ പ്രാർത്ഥന ശക്തിപ്പെടുത്തണം, ഉപവാസം വേണം, ദൈവസന്നിധിയിലായിരിക്കണം. ഇതാണ് ഈ 7ാമത് നമ്പറിട്ട് നമ്മൾ എഴുതി വയ്ക്കുന്ന കാര്യം. അപ്പോൾ ഒരു തീരുമാനം നമുക്കെടുക്കാം. ഈ ഡയറി കുറിപ്പിലൂടെ ആരെങ്കിലും പാപത്തിൽ വീണു എന്നറിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണമെന്ന്.
ഇപ്പോൾ നമ്മൾ 7 കാര്യങ്ങൾ നമ്പർ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ നോട്ട് ചെയ്താൽ നല്ലതാണ്. ഇടയ്ക്ക് ആ നോട്ട് ചെയ്തത് എടുത്ത് അതുപോലെ ജീവിക്കുന്നുണ്ടെന്ന് നോക്കിയാൽ പെട്ടെന്ന് നമ്മൾ ആത്മീയതയിലേക്ക് ഉയരും. ഈശോ ആഗ്രഹിക്കുന്ന ആ ആത്മീയതയിലേക്ക് നമുക്ക് ഉയരണമെങ്കിൽ നമ്മൾ സത്യം മനസ്സിലാക്കണം. നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്ന് കിട്ടുക എന്നതല്ല പ്രാർത്ഥന. നമ്മുടെ ഒരു കാര്യവും നടന്ന് കിട്ടുന്നില്ല, അപ്പോൾ അതാണ് ദൈവഹിതം എന്ന് മനസ്സിലാക്കുന്നതാണ് പ്രാർത്ഥനയുടെ ശക്തി. ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ നടന്ന് കിട്ടുക എന്നതല്ല പ്രാർത്ഥന. ഞാൻ ആഗ്രഹിക്കാത്ത വേദനിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ഇത് ഈശോയാണ് തന്നത്, ഇതിൻ്റെ പിന്നിലൊരു പദ്ധതിയുണ്ട്, അതുകൊണ്ട് ഇത് ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ഏറ്റെടുക്കാനുള്ള ശക്തി തരണമേ എന്നതാണ് പ്രാർത്ഥന. എന്നിട്ട് ഈ സഹനങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ പ്രത്യേക പാപത്തിൽപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടി കാഴ്ചവെക്കാനാണ് ഈശോ പറയുന്നത്. നമുക്ക് ഇവിടെ ഇന്ന് നിർത്താം. പ്രിയ സഹോദരങ്ങളെ, ചിന്തിച്ച് ഈ ഡയറി ഒന്ന് വായിച്ച് എഴുതി വെച്ചാൽ നമ്മൾ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്, എന്തിനാണ് നമ്മെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഈശോ സ്നേഹിക്കുന്നവർക്ക് ഈശോ കുറേ സഹനങ്ങൾ കൊടുക്കും. യഥാർത്ഥത്തിൽ ഈശോയെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഭൗതികതയാണ് ആഗ്രഹിക്കുക. അടിക്കടി ബിസിനസ്സിൽ ഉയർച്ച, എല്ലാ വക സെറ്റപ്പുകളും, വീട്, കാറ് എല്ലാം കിട്ടിക്കഴിയുമ്പോൾ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയെന്ന് പറയരുത്. ഈശോ പറയുന്നത് കേട്ടോ, നിൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ടാണ് ഞാൻ കാര്യങ്ങൾ തരാൻ പോകുന്നത്. നിനക്ക് ഞാൻ കുറേ സഹനങ്ങൾ തരും. ആർക്ക് വേണ്ടിയാ? പാപത്തിൽപ്പെട്ട നിൻ്റെ കൺമുമ്പിലുള്ള വ്യക്തികൾക്ക് വേണ്ടി. അത് വിചാരിച്ച് എപ്പോഴും ദാരിദ്ര്യത്തിൽ കിടക്കണമെന്നല്ല കർത്താവ് പറഞ്ഞത്. അഥവാ നമുക്ക് സാമ്പത്തികം കിട്ടുന്നില്ലെങ്കിൽ, നമ്മൾ ആഗ്രഹിച്ചിട്ടും ജോലി കിട്ടിയില്ലെങ്കിൽ, നമ്മൾ ആഗ്രഹിച്ചിട്ടും നമുക്ക് ആരോഗ്യം വന്നില്ലെങ്കിൽ, അല്ലാതെ നമ്മൾ ചോദിച്ചു വാങ്ങിയതല്ല എനിക്ക് ദാരിദ്ര്യം വേണം, എനിക്ക് രോഗം വേണം എന്ന് ചോദിച്ചു വാങ്ങാനല്ല പറഞ്ഞത്. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമുക്ക് ഇങ്ങനെ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ നിരാശപ്പെടരുത്. ഇതാണ് ദൈവഹിതം. നമ്മൾ ആലോചിച്ചുറപ്പിക്കുന്ന കാര്യമല്ല ദൈവഹിതം. ദൈവം ഇതാണ് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ മനസ്സിലാക്കാനുള്ള കൃപ കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കിയാലും നമ്മുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മനുഷ്യരായിട്ടുള്ളവർക്കൊരു വേദന വരും, ഒരു വിഷമം വരും. പക്ഷെ നമ്മൾ ആ സഹനത്തെ, ആ അവസ്ഥയെ ഈശോയുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ വേദന സ്വയം പരിത്യജിക്കുമ്പോൾ നമ്മൾ ഒന്നുമല്ലാതെ ആകണം. ചിലപ്പോൾ കുടുംബങ്ങളിൽ ഒന്നുമല്ലാതായി മാറും, ശൂന്യമായി മാറും. ചില സമൂഹങ്ങളിൽ വട്ടപൂജ്യമായിട്ട് മാറും, ഒന്നുമല്ലാത്ത അവസ്ഥ. അത് വിഷമമുള്ള കാര്യമാണ്. പക്ഷേ ചിന്തിക്കണം, ഇത് ഈശോയാണ് ഈ അവസ്ഥ തന്നത്. ഈ അവസ്ഥയിലൂടെ എനിക്കുണ്ടാകുന്ന വേദന ഇന്ന പാപികളുടെ പാപത്തിന് പരിഹാരമായും അവരുടെ മാനസാന്തരത്തിന് വേണ്ടിയും കാഴ്ചവെക്കാൻ കുരിശിൽ കിടന്ന് കർത്താവ് അതല്ലേ കാണിച്ചു തന്നെ. സഹനമല്ലേ അവ നമുക്ക് കാണിച്ചു തന്നത്. അതുതന്നെയാണ് ഈശോയെ അനുഗമിക്കുന്നവർക്കും കർത്താവ് തരിക. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ധ്യാനിക്കാം. ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ, ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ എന്നൊന്ന് നിങ്ങൾ ഒരു ട്രയൽ നോക്കിക്കൊണ്ടിരിക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ പരിശ്രമിക്കുമ്പോൾ വീണുപോയാലും ഈശോ പറയും, നിൻ്റെ ബലഹീനത എനിക്കറിയാം, സാരമില്ല, എഴുന്നേറ്റോ, ഇനി അടുത്ത സഹനം വരുമ്പോൾ നീ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ദൈവം നമ്മെ ഇതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാല എന്താണ് നമ്മോട് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള വലിയ ജ്ഞാനവും ഈശോ നൽകട്ടെ. ഈ ഒക്ടോബർ മാസത്തിൽ നമുക്ക് ധാരാളം പ്രാർത്ഥിക്കാം, അത് പരിഹാരമായി കാഴ്ചവെക്കാം, മാലാഖമാരുടെ ജപമാല ചൊല്ലാം. ഇതെല്ലാം സാധ്യമാകാൻ നമ്മുടെ കാവൽ മാലാഖയെ വിളിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.